ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയുടെ മനോഹരമായ വാക്കിലൂടെയാണ് കേട്ടോ നടക്കുന്നത്. ഒരു വശത്ത് അറബിക്കടലിന്റെ തിരമാലകളും മറുവശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളുമാണ്. ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ് ഈ ചൈനീസ് നെറ്റുകൾ എന്നറിയപ്പെടുന്ന ചീനവലകൾ. ചൈനക്കാര് ആണ് ഇത് ആദ്യമായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ഇത് കണ്ടോ, ഇത് ഒരു ഷിപ്പ് ആങ്കർ ആണ്. അതുപോലെ തന്നെ ഈ രണ്ട് വലിയ ഇരുമ്പ് ബോയിലറുകളും പഴയ കപ്പലുകളുടെ ഭാഗമായിരുന്നു. ഇത് ശരിക്കും ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ ഒരു കൗതുക കാഴ്ച തന്നെയാണ് കേട്ടോ. അതാ ഇവിടെ കാണുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പീരങ്കിയാണ് കേട്ടോ. ഈ പഴയ പീരങ്കി ഫോർട്ട് കൊച്ചിയുടെ ചരിത്രത്തിന്റെ മറ്റൊരു അടയാളമാണ്. വിദേശ ശക്തികളുടെ വരവും കടൽ വ്യാപാരവും സജീവമായിരുന്ന കാലത്ത് കോട്ടയുടെ സുരക്ഷയ്ക്കായി ഈ പീരങ്കി ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നു. പിന്നെ ഇതാ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നമ്മൾ നടക്കുവാണ്. മുമ്പ് ഞാൻ വരുന്ന സമയത്ത് ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റുമായിരുന്നു കേട്ടോ. ബീച്ചിലോട്ടൊക്കെ ഇറങ്ങാനും കളിക്കാനൊക്കെ പറ്റുമായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഡച്ച് സെമിത്തേരി കാണാനായിട്ടാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഡച്ച് സെമിത്തേരി. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ശ്മശാനങ്ങളിൽ ഒന്നായി ഇതറിയപ്പെടുന്നു. ഡച്ച് ഭരണകാലത്ത് ജീവിച്ചിരുന്ന ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും ശവകുടീരങ്ങളാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ ചരിത്രപ്രസിദ്ധമായ സെയിന്റ് ഫ്രാൻസിസ് പള്ളിയിലേക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ ദേവാലയങ്ങളിൽ ഒന്നായ ഈ പള്ളി നൂറ്റാണ്ടുകളുടെ ചരിത്രം ഇന്നും തന്റെ ചുമരുകൾ സൂക്ഷിക്കുന്നു. 1524 വാസ്കോ ഡ ഗാമ മരിച്ചപ്പോൾ അദ്ദേഹത്തെ ആദ്യം അടക്കം ചെയ്തത് ഈ പള്ളിയിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയെങ്കിലും അദ്ദേഹം ആദ്യം വിശ്രമിച്ച സ്ഥലം ഇന്നും ഇവിടെ ചരിത്ര സ്മാരകമായി നിലനിൽക്കുന്നു. ബീച്ചും ചരിത്ര സ്മാരകങ്ങളും മാത്രമല്ല കേട്ടോ, ഫോർട്ട് കൊച്ചിയിലെ ഈ ചെറിയ കാഴ്ചകളും സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ചെറിയ ഫോർട്ട് കൊച്ചി യാത്ര. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.